ലാസ്റ്റ് ഓഫ് അസ് സീസൺ 2 ഡയറക്ടഡ് ബൈ ക്രെയ്ഗ് മാത്രമല്ലേ ഇതിൽ 6-7 ഡയറക്ടേഴ്സ് ഇവര് സീസൺ 2 എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സീസൺ 2 എങ്ങനെയുണ്ടെന്ന് ചോദിക്കണ്ട പറയണതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഈ ലാസ്റ്റ് ഓഫ് അസ് ഗെയിമേ ഞാൻ കളിച്ചിട്ടില്ല. അപ്പൊ സീസൺ 1 എന്ന് പറയുന്നത് ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബ് സീരീസ് എന്ന് വെച്ചാൽ സോംബീസിനേക്കാളും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ളത് ഹ്യൂമൻസ് ആണെന്ന് വെക്കണ ഒരു കോൺസെപ്റ്റ് ആണ് ലാസ്റ്റ് ഓഫ് അസ് എന്ന് പറയുന്നത്. പക്ഷെ അത് വാക്കിംഗ് ഡെഡ് ഇതിന് മുന്നേ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രഷ് കോൺസെപ്റ്റ് എന്നുള്ളതല്ല. പക്ഷേ ഈ ഒരു വെബ് സീരീസ് സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സീസൺ 1 ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീസൺ തന്നെയായിരുന്നു. പക്ഷെ സീസൺ 2 അതായത് ജോയൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിന് മരിക്കണോടുകൂടി ഈ ഒരു വെബ് സീരീസ് മരിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് അതിനുശേഷം ഈ ഒരു വെബ് സീരീസ് ക്യാരി ചെയ്തിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാസ്റ്റിംഗ് ഈ ഒരു സംഭവത്തിലില്ല. അപ്പൊ ഞാൻ ഗെയിം കളിച്ചിട്ടില്ല എന്നുള്ളൂ. പക്ഷെ യൂട്യൂബിൽ എന്തിനും ഗെയിം പ്ലേ കണ്ടിരുന്നത്. ഗെയിം പ്ലേ കണ്ട സമയത്ത് ഇത് സത്യം റാനും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈവൻ ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഫീൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഒരു വെബ് സീരീസ് കാണുന്നതിനേക്കാൾ നല്ലത് ഗെയിം പോയി കളിക്കുകയാണ്. കാരണം ഗെയിമിൽ വന്ന് പോണ ഇമോഷൻസ് അത് പെർഫോമൻസ് അല്ല, ആനിമേഷൻ ഉണ്ടല്ലോ. ഗെയിമിംഗ് ആനിമേഷൻ വഴി നമ്മളായിട്ട് ഭയങ്കരമായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഓഫ് അസിന് ഇത്ര എന്താ പറയാ ഒരു ഫാൻ ബേസ് വരാനുള്ള ഒരു കാരണം. പക്ഷെ ഈ ജോയൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ 6ാമത്തെ എപ്പിസോഡ്, അതായത് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ എപ്പിസോഡിൽ വരുന്നുണ്ട്. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാസ്റ്റ് കാണിക്കുന്ന രീതിയിൽ ഇതുവരെ പറഞ്ഞു പോകാത്തൊരു പാസ്റ്റ് കാണിക്കുന്ന സമയത്ത് ജോലി വരുന്ന സമയത്ത് പിന്നെ ഒരു രസം കണ്ടിരിക്കാൻ പറയുമ്പോൾ 6ാമത്തെ എപ്പിസോഡിൽ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ബട്ട് സ്റ്റിൽ അതൊരു രസം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ നമുക്ക് ജോയൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ പിന്നെയും തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതേപോലെ പെർഫോം ചെയ്യാൻ ഒരു ക്യാരക്ടർ ഒന്നാമത് ഈ ബെല്ല റാംസി എന്ന് പറഞ്ഞ ഈ ആക്ട്രസ് ആണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. എടുത്താ പൊന്താത്ത ക്യാരക്ടറാണ്. നല്ല നടിയാണ്, പക്ഷെ ഇത് എടുത്താ പൊന്തൂല. ഇതേ ആക്ട്രസ് ഗെയിം ഓഫ് ത്രോൺസിൽ കിട്ടുമായിരുന്നു. അപ്പൊ അഭിനയം അറിയാത്ത ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഗെയിം ഓഫ് ത്രോൺസിൽ അഭിനയിച്ച് അപ്പൊ അഭിനയം അറിയാത്ത പ്രശ്നമല്ല. ഇത് എന്താ സംഭവം എന്നുള്ള അറിയില്ല. പക്ഷെ നടിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എല്ലാവരും പറയണം. ഇത് ചിലവർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലും വന്നിട്ട് അപ്പൊ ഇത് നടിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. ഇത് കാസ്റ്റ് ചെയ്ത ആൾക്കാർ ഡയറക്ടർമാർ എല്ലാവരും പറയണം. എല്ലാവർക്കും ഒരേ പങ്കുണ്ട് ഇതില്. അപ്പൊ ഇതില് ഈ ഒരു 37 വന്നിട്ട് പറയുന്ന ഡയലോഗ് എല്ലാം എന്നുണ്ടെങ്കിൽ ഇതില് ഈ പോണ ഇമോഷൻസ് ഉണ്ടല്ലോ, ഇതൊന്നും കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ട്രസിന് സാധിക്കണില്ല. പറയുമ്പോൾ ജോയൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള പ്രോബബ്ലി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണത്. അപ്പൊ ആ ക്യാരക്ടറിന്റെ ഒരു ഇമോഷൻസ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സീരീസ്? അപ്പൊ ഞാൻ പറയുന്നത് ഈ ജോയൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ, പക്ഷേ ഈ സീസൺ 2 എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ആദ്യത്തെ സെക്കൻഡ് എപ്പിസോഡ് ഒരു സംഭവം എന്ന് വെച്ചിട്ട് അബ്സല്യൂട്ട് സിനിമ എന്ന് പറയുന്നത് അത് ഇത് സാധനം പടല്ല എപ്പിസോഡ്. ആ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അതോടുകൂടി കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇതിൽ വന്ന് പോണ ഒരു ഇമോഷൻസ്. പക്ഷെ ഇതേ സാധനം ഗെയിമിൽ കാണുമ്പോൾ എനിക്ക് ഇതേ അല്ല ഫീൽ ചെയ്തത്. കാരണം ഇതിന് ഗെയിം പ്ലേ ഞാൻ കണ്ടു. ഗെയിം പ്ലേ ഞാൻ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല, ഇനി കാണാണ്ട്. പക്ഷെ അതിലും വരുന്ന ഇമോഷൻസ് കിട്ടുകയാണ്, മനസ്സിലായില്ല. പിന്നെ നമ്മൾ ഈ വെബ് സീരീസ് കാണുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒരു പുഞ്ചിരി ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഒരു 1-2 സാധനങ്ങളുണ്ട്. മോനെ ഒരു സംഭവം ചെയ്യുന്നു. പക്ഷെ അതേ സാധനം ലാസ്റ്റ് ഓഫ് അസ് ഗെയിമിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം പ്ലേ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ചിരി വരും. പക്ഷെ അതേ സാധനം ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് പറയുമ്പോൾ മറ്റേ പെണ്ണ് പറയാ അപ്പൊ ഞാൻ അച്ഛനാവാൻ പോവാണ്. ഇതാണ് അവസ്ഥ. അതാണ് ലാസ്റ്റ് ഓഫ് അസ്. പക്ഷെ നേരെ മറിച്ച് ഇതേ സംഭവം അപ്പുറത്ത് ഗെയിമിൽ വരുമ്പോ അങ്ങനല്ല. ആരെങ്കിലും ചോദിക്കണ ചോദ്യം അപ്പൊ അത് അല്ലെങ്കിൽ തന്നെ. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ലാസ്റ്റ് ഓഫ് അസ് സീസൺ 2 ഉണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ സീസൺ 2 ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പാർട്ട് ഫ്രം ദി സെക്കൻഡ് എപ്പിസോഡ്, ആ 2ാമത്തെ എപ്പിസോഡ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡ് അതിൽ ജോയൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുന്നേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ ഈ ജോയൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ മരിച്ച് ഞാനൊരു സാധനം ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഞാൻ പറയാം. ജോയൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ മരിച്ചതിന് ശേഷം ഈ ബെല്ല റാംസി ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ ഗെയിമിൽ ഒരു പ്രാവശ്യം പോലും ചിരിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ളായിട്ട് റിവെഞ്ച് എടുക്കണം എന്നുള്ള ആ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കത്തണ ഒരു ക്യാരക്ടറാണ്, മനസ്സിലായില്ല. അപ്പൊ ആ റിവെഞ്ചിന്റെ ഒരു ഫീൽ ആ റിവെഞ്ച് എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ള ഫീൽ ഗെയിമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അഗെയിൻ ഈ ലാസ്റ്റ് ഓഫ് അസിൽ ഇവള് എന്താണ് ബെല്ല റാംസിന്റെ ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചിരിക്കണം ഇങ്ങനെ ഒരു സംഭവമേ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഒരു വെബ് സീരീസിൽ നമുക്ക് വേണ്ട ഇമോഷൻസ് അല്ലെങ്കിൽ അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ. അപ്പൊ ഇതിൽ HBO എന്തിനാണ് ഇത് ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ ഇതാണ് അവസ്ഥ. ഒന്നെങ്കിൽ ഗെയിം പോലെ തന്നെ കൊണ്ടുവരിക, ഗെയിമിൽ എന്താണ് ചെയ്തിട്ടുള്ളത് അതേപോലെ അഡാപ്റ്റ് ചെയ്യുക. പക്ഷെ അതേപോലെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഇനി മോശമാവില്ല. കാരണം ഇതിനേക്കാൾ പെർഫോം ചെയ്യാൻ ബെല്ല റാംസിക്ക് ഇതിൽ വരുമായിരുന്നു. ഞാൻ ഒരിക്കലും മോശം നടിയല്ല. പിന്നെ ചിലർ ബെല്ല റാംസിനെ കാണാൻ ഉള്ള സൗന്ദര്യം വെച്ചിട്ട് കുറെ ആൾക്കാർ കളിയാക്കിട്ട് ഈ പറയുന്ന ആൾക്കാർ ഋത്തിക് റോഷൻ ഐശ്വര്യ ഒന്നും കുഴപ്പമില്ല, മനസ്സിലായില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അഭിനയം പോരാ. നല്ല നടിയാണ്, പക്ഷെ ഈ ഒരു ക്യാരക്ടർ എടുത്താൽ പൊന്തൂല. കാരണം 100,000 ഇമോഷൻസിൽ കൂടെ കടന്നു പോണ ഒരു ക്യാരക്ടർ ഇതിൽ ബെല്ല റാംസി ചെയ്തിട്ടുള്ളത്, അത് എടുത്താൽ പൊന്തൂല, മനസ്സിലായില്ല. അപ്പൊ അതിന്റെ പ്രശ്നമാണ് ഈ ഒരു വെബ് സീരീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ നടിന് മാത്രം പറഞ്ഞാൽ പോരാ, കാസ്റ്റ് ചെയ്ത മൊന്നാളെ പറയണം, പിന്നെ ഡയറക്ടർമാരെന്ന് പറഞ്ഞിരിക്കണവരെ പറയണം, പിന്നെ മെയിനായിട്ട് പേരെ പറഞ്ഞാൽ മതി, മനസ്സിലായില്ല. അപ്പം പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ അടുത്ത് കുറെ ഉണ്ട്. അതേ സാധനം കൊണ്ട് എഴുതാൻ എത്ര പണി ഉണ്ടാകും. ഒരു സാധനം ഒരാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇങ്ങോട്ട് എടുത്ത് നിങ്ങൾ മാറ്റാൻ എത്ര പണി ഉണ്ടാകും. ഞാനും അവരുടേക്കുള്ള കുറെ സാധനങ്ങൾ ഇറക്കിയിട്ട് അങ്ങോട്ട് ചളാക്കിയിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് എനിക്ക് സീസൺ 1 നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സീസൺ 2 രണ്ടാമത്തെ എപ്പിസോഡ് ഗംഭീരായിരുന്നു. ആദ്യത്തെ എപ്പിസോഡ് എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം ആദ്യത്തെ എപ്പിസോഡാണ്. ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ലീഡ് ചെയ്യുന്ന ഈ സംഭവങ്ങളൊക്കെ നമുക്കൊരു ഫീൽ കിട്ടാനുള്ള കാരണം രണ്ടാമത്തെ സീസണത്തെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കണ്ട 4 എപ്പിസോഡ് ഞാൻ എന്തിനിരുന്ന് കണ്ട് നല്ല ലാഗുണ്ട്. ഒരു വൃത്തികെട്ട, പിന്നെ ഒന്നാമത് ഈ പെണ്ണ് മഴവില്ലാണല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് ഗെയിമിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അഗൈൻ ഈ ഒരു വെബ് സീരീസ് കഴിയും പാളി. ആ മൊത്തത്തിലൊരു പാളി പോണ ഒരു സീസൺ 2 ആണ്. ദേ ലിറ്ററലി സ്പോയിൽഡ് ദി ഗെയിം. ആ ഗെയിമിന്റെ എല്ലാ വരും കളഞ്ഞൊരു വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ എപ്പിസോഡ് ഗംഭീര സാധനമായിരുന്നു. ഗംഭീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഗംഭീര സാധനമായിരുന്നു. അബ്സല്യൂട്ട് സിനിമ. പക്ഷെ അതിന് അതോടുകൂടി കഴിഞ്ഞ് ആ രണ്ടാമത്തെ എപ്പിസോഡിൽ ജോയൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ മരിക്കുന്നത്, അതിന്റെ ഒപ്പം വെബ് സീരീസ് മരിച്ചു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി എനിക്ക് തോന്നുന്നില്ല ഇത് വലിയ സംഭവത്തേക്ക്. ഇനിയിപ്പോ എന്താ ലാസ്റ്റ് റിവെഞ്ച് എടുക്കുമ്പോൾ എന്താ അതിലൊരു പെണ്ണിന്റെ ഒരു കാല് ഇങ്ങനെ അടിച്ച് പൊളിക്കണം, ഒന്നും ഫീൽ ചെയ്യണില്ല. ഒരു ഇന്റിമിഡേറ്റിംഗ് ഫീൽ ഉണ്ടല്ലോ, ഒരു ഇന്റിമിഡേഷൻ അവിടെ ചെയ്യുന്നുണ്ട് മുപ്പത്തേര്, പക്ഷെ നമുക്ക് അതും ഫീൽ ചെയ്യണില്ല. മനസ്സിലായില്ല. അപ്പൊ ഇത് പിന്നെ ഈ പെണ്ണിനെ ബെല്ല റാംസി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ തന്നെ ഫോർവേഡ് അടിച്ച് കളയാനാ തോന്നുന്നത്. കാരണം ഒന്നുമില്ല, അതിങ്ങനെ നടക്കുക, ഇങ്ങനെ പോവുക, ഇതിങ്ങനെ അല്ല ക്യാരക്ടർ. ആരോടാ പറയണ ഇതിനൊക്കെ. അപ്പൊ എനിക്ക് എന്തായാലും ഈ സെക്കൻഡ് സീസൺ എനിക്ക് സോ ഫാർ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് തീരുമ്പോൾ ഇഷ്ടപ്പെടും എന്നുള്ള എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ ലാസ്റ്റ് ഓഫ് അസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.